ஐயா வணக்கம். സഖാവ് രമേശ് നാരായണൻ അഥവാ സഖാവ് രമേശൻ എന്ന് കമ്മിക്കുട്ടന്മാർ വിളിക്കുന്ന ഈ സഖാവ് രമേശൻ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് ജി എന്നാണ്. ഇന്നലെ വരെ ഫാസിസത്തിനും നാസിസത്തിനും മുസോളിനിസത്തിനും എതിരെ തൻ്റെ തുലിക കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ കൈവിരൽ കൊണ്ട് സിത്താറുകൾ മീട്ടിയിരുന്ന അല്ലെങ്കിൽ തൻ്റെ നാവ് കൊണ്ട് പട്ടപൊരുതിയിരുന്ന തൻ്റെ സംഗീതം പടവാളാക്കിയിരുന്ന സംഗീതം ഉറയിൽ നിന്ന് ഊരി ഊരി അടിച്ചിരുന്ന ഈ സഖാവ് ഇന്നു മുതൽ ഫാസിസം നാസിസം മുസോളിനിസം ഒക്കെ വിട്ട് ബ്രാഹ്മണ്യവാദിയായി മാറിയിരിക്കുന്നു, ആരണ്യവാദി മാറിയിരിക്കുന്നു. സഖാവ് എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന അഹങ്കാരത്തിന്റെ മകുടോദാഹരണമായി മാറിയിരിക്കുന്നു എന്നാണ് കമ്മിക്കുട്ടന്മാർ മൊത്തം വച്ച് കയറ്റുന്നത്. സൈഡിൽ കൂടെ സുഡാപ്പികളും ഇത് ഏറ്റുപിടിക്കുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല. സഖാവ് രമേശ് നാരായണൻ സഖാവ് ആസിഫ് അലി, അതായത് സഖാവ് ഷൗക്കത്ത് അലിയുടെ മകനായിട്ടുള്ള ആസിഫ് അലിയെ ഒരു വേദിയിൽ വെച്ച് അപമാനിച്ച് അച്ചംപുച്ചം ഇറക്കി വിട്ടത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള സമൂഹ മാധ്യമ പ്രതിഷേധത്തിന് ഇടയായി മാറിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നലെ വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി ഗാനാഞ്ജലിയും ബാഷ്പാഞ്ജലിയും ഒക്കെ എഴുതിയിരുന്ന സഖാവ് രമേശ് നാരായണൻ ഇന്ന് മുതൽ പണ്ഡിറ്റ് ജി ആയി കമ്മിക്കുട്ടന്മാർ തന്നെ വ്യാഖ്യാനിക്കുന്നത്. പണ്ഡിറ്റ് ജി ആയി സഖാവ് രമേശനെ വ്യാഖ്യാനിച്ചതിന് പിന്നാലെ സ്വന്തം ആസനത്തിൽ തന്നെ വെടിവെച്ചിരിക്കുകയാണ് കമ്മിക്കുട്ടന്മാർ എന്നാണ് വേറെ പല ആൾക്കാരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ സഖാവ് രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ആസിഫ് അലിയെ അപമാനിച്ചിരുന്നു. ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നല്ല ആർട്ടിസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ് ആസിഫ് അലി. ആ കെട്ടിയോളാണ് മാലാഖയുടെ ക്ലൈമാക്സ് ഒക്കെ കാണുക. എന്നാ ഒരു രസമാണ്. അതിൽ കിടിലമായിട്ടുള്ള ആക്ടിംഗ് ആണ് ആസിഫ് അലി എന്ന് പറയുന്നത്. ആസിഫ് അലിക്ക് കുറച്ച് നാളായിട്ട് ഹിറ്റുകളൊക്കെ ഇല്ലായിരുന്നു. അതിൽ പേഴ്സണലി എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ തലവനൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരു പടമാണ്. അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ നല്ല രസകരമായിട്ട് ജിസ്റ്റോയെ അത് കൺസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അതൊക്കെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതൊക്കെ അങ്ങോട്ട് മാറ്റിയെടുത്താം. സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ ആസിഫ് അലിയെ ഈ സഖാവ് രമേശന് അവാർഡ് കൊടുക്കാനായിട്ട് അവിടെയുള്ള ഒരു വേദിയിലുള്ള അവതാരിക ക്ഷണിച്ചപ്പോൾ ആസിഫ് അലി ഈ അവാർഡും കൊണ്ട് അടുത്തേക്ക് വന്നപ്പോൾ അവാർഡ് ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് വാങ്ങിച്ചുകൊണ്ട് ആസിഫ് അലി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ജയരാജ് എന്ന് പറയുന്ന സംവിധായകനെ വിളിച്ച് ജയരാജിൻ്റെ കയ്യിൽ അങ്ങോട്ട് അവാർഡ് കൊടുത്ത് ഇങ്ങോട്ട് തരാൻ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചോ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് മുത്തവും കൊടുത്ത് ആസിഫ് അലിക്ക് കൈ കൊടുക്കാതെ ചുറ്റും ഓടി നടന്നു. അതായത് ആ പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 4 റൗണ്ട് ഓടി എല്ലാവർക്കും കൈയും കൊടുത്ത് ഉമ്മയും കൊടുത്ത് കാലും നക്കിപ്പോയ സഖാവ് രമേശനാണ് ഇപ്പോൾ പണ്ഡിറ്റ് ജി ആയിട്ട് പരിണമിച്ചിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. എന്ത് തന്നെയായിരുന്നാലും ആസിഫ് അലിക്ക് ഇതിൽ പരിഭവമില്ല, പരാതിയില്ല എന്ന് ആസിഫ് അലി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ആസിഫ് അലി എന്ത് രസമായിട്ടാണ് അവിടെ, അതിഗംഭീരമായിട്ടാണ് അവിടെ ആസിഫ് അലി ബിഹേവ് ചെയ്തത്. പട്ടി ഷോ കാണിക്കാനുള്ള സമയമല്ല ഇത് എന്ന് ആസിഫ് അലിക്ക് കൃത്യമായിട്ട് അറിയാം. ചിരിച്ചുകൊണ്ടാണ് ആസിഫ് അലി നിന്നത്. ഒരു പുഞ്ചിരിയിൽ ഒതുക്കി അപ്പുറത്ത് ആസിഫ് അലി ചെന്നിരുന്നു. നോ ഇഷ്യൂസ് എന്ന് പറഞ്ഞാണ് ആസിഫ് അലി ഇരുന്നത്. തൊട്ട് ബാക്കിൽ ഇന്ദ്രജിത്ത് സുകുമാരൻ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛമായിരുന്നു. ഒരു ലോഡ് പുച്ഛം സഖാവ് രമേശന്റെ നേരെ വാരി വിതറിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ ഇരുന്നത്. എന്ത് തന്നെയായിരുന്നാലും നേരത്തെ നമ്മൾ കണ്ടതാണ് സത്യഭാമ എന്ന് പറയുന്ന സഖാത്തിയെ സത്യഭാമ എന്ന് പറയുന്ന സംഖ്യയാക്കി ഇവർ പരിണമിപ്പിച്ച് എടുക്കുന്നത്. ഇപ്പോഴിതാ സഖാവ് രമേശനെയാണ് ഇവർ പണ്ഡിറ്റ് ജി ആക്കി മാറ്റിയിരിക്കുന്നത്. ഈ സഖാവ് രമേശൻ നേരത്തെ സ്മൃതി ഇറാനിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നാസിസത്തിനും ഫാസിസത്തിനും എതിരെ പോരാടുന്ന പടയാളിയായിരുന്നു സഖാവ് രമേശൻ എന്ന് നമ്മൾ ആലോചിക്കണം. നാസിസം ഫാസിസം എന്നിങ്ങനെയുള്ള ഈ ഇസങ്ങൾക്കെതിരെ തൻ്റെ സംഗീതം ഉറയിൽ നിന്ന് ഊരിയെടുത്ത് പോരാടുന്ന സഖാവ് രമേശനായിരുന്നു അന്ന് ഈ രമേശൻ എന്ന് പറയുന്നത്. അന്ന് സഖാവ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള കമ്മികളുടെ കണ്ട ദൈവമായിരുന്നു. അന്ന് സ്മൃതി ഇറാനിയുടെ കൂടെ നമുക്കറിയാം ഫഹദ് ഫാസിൽ അടക്കം സ്മൃതി ഇറാനിയുടെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ സീരിയൽ നടിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും ഞാൻ അവാർഡ് മേടിക്കില്ല എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ കൂടി ബൈറ്റ് കൊടുത്തവരുടെ കൂടെ ഞെളിഞ്ഞിങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ ഈ സഖാവ് രമേശനും ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. വലിയ സംഗീതത്തിനൊക്കെ ആയിരിക്കാം, അത് സ്വാഭാവികമായിട്ട് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാം, വേറൊരു പാടുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സംഗീത സപര്യയിൽ ഈ ഇടയ്ക്ക് ഇറങ്ങിയ മറ്റേ പാട്ടുണ്ടല്ലോ, കയ്യിൽ എൻ്റെ മുത്തമ്മ കരിപിടിച്ച തത്തമ്മ, അതൊക്കെ സൂപ്പർ പാട്ടുകളായിരുന്നു. ഞാനതൊക്കെ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തൊരു ആളായിരുന്നു. പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത സഭയിൽ ഈയിടയ്ക്ക് ഒരു പാട്ടിറങ്ങിയല്ലോ, എൻ്റെ പേര് ആണ്, എൻ്റെ വയസ്സ് മുതുക്കൻ, സൂചി കുത്താൻ ഇടമില്ലാത്ത അവാർഡ് വേദിയിൽ എന്നെ അപമാനിച്ച് വിട്ടവൻ്റെ പ്രായം 38 എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ പാട്ടുകളൊക്കെ ഞാൻ വളരെ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റേ പാട്ടുണ്ടല്ലോ ഇല്ലുമിനാറ്റി, അതൊക്കെ ഗംഭീരമായിട്ടുള്ള പാട്ടുകളായിരുന്നു. അദ്ദേഹം സംഗീതം ചെയ്ത അദ്ദേഹത്തിൻ്റെ മലയാളക്കര മുഴുവൻ ഏറ്റെടുത്ത ഒരു സംഗീത സംവിധായകനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലൊരു തലക്കനമൊക്കെ കൊണ്ടുവരുമ്പോൾ അത് സ്വാഭാവികമാണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അത്രയ്ക്ക് വലിയ നിലയിൽ നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന് അത് കാണിക്കാൻ അർഹതയുണ്ടെന്ന് പല ആൾക്കാരും പറയുമ്പോൾ ആസിഫ് അലിയുടെ അടുത്ത് അത് വേണ്ട എന്നാണ് പല ആൾക്കാരും പറയുന്നത്. സംഭവം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ആസിഫ് അലി എന്നും പല ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും അതും അങ്ങോട്ടെടുത്ത് നമുക്ക് മാറ്റി നിർത്താം. കേരളക്കര കണ്ട മികച്ച സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, അദ്ദേഹത്തെ നമ്മൾ മാനിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ നിർത്തുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാരോടാണ്. കമ്മിക്കുട്ടന്മാരും
വലിയ രീതിയിൽ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ കടന്ന് ആറാടുന്നത് നമ്മൾ കണ്ടു. ഒരു വിഷമുണ്ട്, ട്രൂ കോപ്പി തിങ്ക് എന്ന് പറഞ്ഞ്. ആ വിഷം എഴുതി വെച്ചിരിക്കുന്നത് ഇത് ബ്രാഹ്മണ്യമാണ്, ആരണ്യമാണ്, മാങ്ങാത്തൊലിയാണ്, തേങ്ങാ കൊലയാണ് എന്നൊക്കെയാണ് ആ വിഷം എഴുതി വെച്ചിരിക്കുന്നത്. സമൂഹത്തിൽ എങ്ങനെ വിഷം ചീറ്റാന്നാണ് ഇവന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെല്ലായിടത്തും എക്കാലത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു വസ്തുത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെക്കാൾ ചെറിയവനെ വലിയവൻ അവഗണിക്കുക, ബുള്ളി ചെയ്യുക, അപമാനിക്കുക, തലക്കനം കാണിക്കുക, അങ്ങനെ എന്തെല്ലാം മനുഷ്യ സഹജമായിട്ടുള്ള സംഭവങ്ങൾ ലോകത്തുണ്ടാവുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. നമുക്കറിയാം പണ്ടുകാലം തൊട്ടേ ഇതൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ അതിന് ഏതെങ്കിലുമൊക്കെ ജാതിയായിട്ടോ മതമായിട്ടോ ഇസങ്ങളുമായിട്ടോ ഒക്കെ ബന്ധപ്പെടുത്തി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ച് ജാതിയും മതവുമായിട്ടൊക്കെ കൂട്ടിക്കുഴച്ച് ഇര പിടിക്കാൻ ശ്രമിക്കുന്ന ആ കഴുകൻ കണ്ണുകൾ, സമൂഹത്തിൽ വിഷം കലർത്താൻ നിൽക്കുന്ന ആ കഴുകൻ കണ്ണുകൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. അതുകൊണ്ട് സമൂഹത്തിനൊരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭൂതഗണങ്ങളോടാണ്. അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങളിൽ ഒരു ഭൂതഗണമായിരുന്നു സഖാവ് രമേശൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഗാനാഞ്ജലിയൊക്കെ എഴുതി തയ്യാറാക്കി ഊതി വീർപ്പിച്ച് ബലൂണ് പറത്തി വിട്ട് പൊട്ടിച്ച് കളഞ്ഞൊരു വ്യക്തിയാണ് രമേശൻ എന്ന് പറയുന്നത്. ഈ രമേശനെ ഇന്ന് കമ്മിക്കുട്ടന്മാർ കാണുന്നത് ഒരു നികൃഷ്ട ജീവിയായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിടുന്നത് നമ്മൾ കണ്ടതാണ്. വിക്കിപീഡിയ പോലും തിരുത്തി രമേശൻ എന്ന പേര് എഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ഒരു മുട്ടൻ തെറിയാണ് സഖാക്കന്മാർ അവിടെ എഴുതിയിട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. അതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ഞാനും എഗ്രി ചെയ്യുന്നില്ല. ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്, ഇതാരാണ് ഈ പറയുന്നത് സഖാവ് രമേശൻ ആസിഫ് അലി അപമാനിച്ചു എന്ന്? അല്ല, എനിക്ക് മനസ്സിലാവാത്തോട് ചോദിക്കണം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇതാരാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം. നമ്മുടെ കാരണഭൂതന്റെ ഭൂതഗണങ്ങളാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത്. ആമുഖം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അവതാരികയെ സ്റ്റേജിൽ വെച്ച് അപമാനിച്ചു വിട്ട നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ കാരണഭൂതൻ, അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങളാണ് ഇത് പറയുന്നത്. ഇനിയുമുണ്ട്, അവതാരികയുടെ പ്രസംഗം നീണ്ടുപോയി എന്ന് പറഞ്ഞ് വേദിയിൽ ഇറങ്ങിപ്പോയ നമ്മുടെ മുഖ്യമന്ത്രി, അവിടെ അവതാരികയെ അപമാനിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് നമുക്ക് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ ഭൂതഗണങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. പോരാത്തതിന് ഉദ്ഘാടകൻ നിലവിളക്ക് കൊളുത്താൻ നേരം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്ന് അവതാരക അനൗൺസ് ചെയ്തതിൻ്റെ പേരിൽ അവതാരകയ്ക്ക് നേരെ ഞെരിവിരി കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മൈക്ക് ഓപ്പറേറ്ററെ തെറി പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി, മാധ്യമപ്രവർത്തകർക്ക് നേരെ മാറി നിൽക്കങ്ങോട്ട്, കിടക്ക് പുറത്ത് എന്നങ്ങോട്ട് പറയുന്ന മുഖ്യമന്ത്രി, പോരാത്തതിന് മാധ്യമ സമൂഹം കാണിക്കുന്നത് മുഴുവൻ ചെറ്റത്തരമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി, നികൃഷ്ടജീവി, പരനാറി എന്നിങ്ങനെയുള്ള പറയാനാണെങ്കിൽ ഒരു ലോഡ് സാധനങ്ങളുണ്ട്. ഇതൊക്കെ പറയുന്ന മുഖ്യമന്ത്രിയുടെ കാരണഭൂതന്മാർ വന്നിട്ടാണ് പറയുന്നത് പണ്ഡിറ്റ്ജി കാണിച്ചത് ശരിയായില്ല, പണ്ഡിറ്റ്ജി അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണ്യം പുറത്തെടുത്തു എന്ന് പറയുന്നുണ്ട്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ദൃശ്യം 2 നമ്മുടെ മുരളി ഗോപി ചോദിക്കുന്ന ഒരു സീനുണ്ട്, മിസ്റ്റർ പ്രഭാകരൻ എനിക്ക് താങ്കളെ മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഏത് സൈഡാണ്? നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിലൊരു ഡയലോഗുണ്ട്, എടാ നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നില്ലടാ എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് ബേബി ചായനോട്. അപ്പോൾ അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അതുകൊണ്ട് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയാണ്, കലങ്ങിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ആസിഫ് അലിയുടെ കൂടെയാണ് എല്ലാവരും. ആസിഫ് അലിക്ക് നിരുപാധിക പിന്തുണയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പിന്നെ നമ്മുടെ രമേശ് നാരായണൻ അണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അണ്ണൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയൊന്നുമല്ല. അണ്ണൻ കുറേ നാൾ മുമ്പ് പൃഥ്വിരാജിനെതിരെ രംഗത്ത് വന്നുള്ളൂ. പൃഥ്വിരാജ് എൻ്റെ സിനിമ എന്ന് നിൻ്റെ മൊയ്തീനിൽ ഞാൻ എഴുതിയ പടങ്ങളിലെ പാട്ടുകളിൽ നിന്ന് പല പാട്ടുകളും വെട്ടി കണ്ടം തുണ്ടം എടുത്ത് കോട്ടലോട്ട് എറിഞ്ഞു എന്നാണ് അണ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് പൃഥ്വിരാജും ഒന്നും മിണ്ടിയില്ല. നമ്മുടെ സരോജ് കുമാറിനെ ബേബിക്കുട്ടൻ ഡീൽ ചെയ്യുന്നത് പോലെ ഒന്നും ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ കിഴങ്ങനെ ഇങ്ങനെ അങ്ങ് ഡീൽ ചെയ്താൽ മതി എന്ന്. അതുപോലെയായിരുന്നു പൃഥ്വിരാജിൻ്റെ അന്നത്തെ പെരുമാറ്റം എന്ന് പറയുന്നത്. അതിനു മുമ്പ് യേശുദാസിന് വരെ മൈക്ക് വെച്ച് കൊടുക്കുന്ന സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ള ഡെന്നിസൺ എന്ന് പറയുന്ന വ്യക്തിയെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് ആൾക്കാർ ഇരിക്കുന്ന വേദിയിൽ ഇയാൾ അപമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അന്നും അത് വലിയ വിവാദമായതാണ്. അതിനുശേഷം ഇപ്പോഴാണ് അണ്ണൻ തല പൊക്കുന്നത്. അണ്ണൻ ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തിയെ അപമാനിച്ചുകൊണ്ടാണ് അണ്ണൻ ഇപ്പോൾ രംഗത്തെത്തുന്നത്. എന്തായാലും അണ്ണനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. സംഗീതത്തിൻ്റെയൊക്കെയാണ്, വലിയ സംഗീതത്തിൻ്റെ ഉത്തുംഗ ശൃംഗം കയറി എന്ന് പറയുന്ന പല ആൾക്കാരും പല സ്ഥലങ്ങളിലും വീണു പോയിട്ടുള്ളത് സ്വഭാവ വൈകല്യങ്ങൾ കൊണ്ടാണ് എന്ന് അണ്ണൻ മനസ്സിലാക്കണം. ഒരു മനുഷ്യന് കഴിവുണ്ടെങ്കിൽ അയാളുടെ സ്വഭാവം കൂടെ നന്നായാൽ മാത്രമേ ജനങ്ങൾ അയാളെ നെഞ്ചിലേറ്റുകയുള്ളൂ. അല്ലാതെ കഴിവുണ്ട്, ആ കഴിവിനെ കഴിവുകേടാക്കി മാറ്റുന്ന വൃത്തികെട്ട സ്വഭാവവും വെവിളിത്തരം പിടിച്ച ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുമാണ് അണ്ണൻ കൊണ്ട് നടക്കുന്നതെങ്കിൽ മലയാളക്കരയ്ക്ക് പണിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് സഖാവ് രമേശൻ കണ്ട്രാക്ക് ചെന്നാട്ടെ. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.